എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1.5 കിലോ അളവിലുള്ള ഒരു കോഴിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോഴിയിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയാണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ചിക്കൻ പീസുകൾ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ചിക്കൻ പീസ് നല്ല മയത്തില് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ അളവില് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം. ഇല്ലെങ്കിൽ ഇപ്പോ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും പൊടികൾ ചിക്കനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇടത്തരം 4 സവാളയാണ്. ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഈ ഒരു ചിക്കനിലേക്ക് ചേർക്കാനായിട്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഓരോ പിടി സവാളയും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ കൊടുക്കാം. കുറേശ്ശെ ഓയിൽ ഒഴിച്ച് വറുത്തെടുത്താൽ മതിയാകും. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് വറുത്തെടുക്കേണ്ട. ഈ ഒരു ഓയിലിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാചകം ചെയ്തെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ മുരിഞ്ഞു കിട്ടാനായിട്ട് വളരെ തിന്നായിട്ട് വേണം സവാള കട്ട് ചെയ്തെടുക്കാനായിട്ട്. വറുത്തെടുക്കുന്ന സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന സവാള നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും സവാള കോരി മാറ്റാം. ഇനി ചിക്കനിലേക്കാണ് സവാള ചേർക്കുന്നത്. ആദ്യ സവാള ചിക്കനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് ചിക്കനിലേക്ക് കോരാം. ചിക്കനിലേക്ക് സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചിക്കനും സവാളയും ഈ ഒരു പൊടികളും കൂടെ ചേർത്തൊന്നും ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യം സവാള ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് ചിക്കനിലേക്ക് ചേർക്കാം. ഞാനിത് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സവാള വറുത്തതിന് ശേഷം ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. സവാള നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നത്. അങ്ങനെ സവാള മുഴുവനും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടിയോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് നല്ലോണം തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് മസാലകൾ മുരിഞ്ഞു വരുമ്പോഴേക്കും കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ചിക്കനിലേക്ക് മസാല നല്ലതുപോലെ കുഴച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. അരമണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ ഒന്നും കൂടെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പീസുകളിലേക്ക് മസാല പിടിച്ചു കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായി വന്നിട്ടുള്ള ഉരുളിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അധികമൊന്നും ഇനി എണ്ണ ചേർക്കേണ്ടി വരില്ല. ഇപ്പോൾ സവാള ഫ്രൈ ചെയ്ത ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ചിക്കൻ പീസുകൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സവാള നല്ലതുപോലെ പാനിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ മസാല തേച്ച് റോസ്റ്റ് ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിക്കൻ പീസുകൾ
നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ പീസുകൾ മൂടി വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ ഇതുപോലെ ഒന്ന് പാനിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. മസാലകൾ നല്ലപോലെ മുരിഞ്ഞാണ് ഈ ഒരു റോസ്റ്റ് പാകമായി കിട്ടുന്നത്. ഇനി മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റാം. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ധാരാളം വെള്ളം എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ അടി ചേർത്ത് ഇളക്കി കൊടുത്താൽ പിന്നെയും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് വേവായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ രണ്ടാമതും 5 മിനിറ്റ് നേരം മൂടി വെച്ച ചിക്കൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. വീണ്ടും ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ പീസുകൾ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് ചെറിയ തീയിലേക്ക് മാറ്റി വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസുകളൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തുറന്നു വെച്ച് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു പാകമായാൽ നമുക്ക് 2 തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് ചേർക്കാം. തക്കാളി അരച്ചത് റോസ്റ്റിലേക്ക് ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും ചിക്കൻ പീസുകൾ ഒന്നുകൂടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ തീയിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടെ ഗ്രേവി എല്ലാം മുരിവായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തക്കാളി അരച്ചതൊക്കെ ചേർത്ത് ചിക്കൻ പീസുകൾ നല്ലോണം തന്നെ മസാലയൊക്കെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വീടുകൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോസ്റ്റിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ കാണാം.